ഇത് എന്താ സംഭവം മോനെ? ഇതിങ്ങനെ പിന്നെ ഓരോ ജില്ലകൾ തിരിച്ചിട്ട് ഓരോ ജില്ലയിലെക്കുമ്പോൾ ആ ജില്ലയിലേക്ക് ഏത് എവിടെ എവിടെ അമർത്തുമോ? വയനാടിന്റെ ഇതിപ്പോ കേരളത്തിലെ 14 ജില്ലകളുമാണ്. ഈ കേരളത്തിന്റെ മാപ്പാണ് ഇപ്പത് അല്ലേ? ആ മാപ്പില് പിന്നെ ഓരോ ജില്ലകളുടെ പേര് അതിന് നേരെയുള്ള ഇവിടെ ഇങ്ങനെ ബട്ടൺ അമർത്തുമ്പോ അതെന്തുകൊണ്ട് ഉണ്ടാക്കിയത് ശരിക്കും? തെർമോകോളും കാർബോർഡും മാത്രം. അപ്പൊ ബാക്കിയുള്ളതൊക്കെ അലുമിനിയം ഫോയിലുകളൊക്കെ അല്ലേ? വാ, ഫോൺ അതിൻ്റെ ഉള്ളിൽ വെക്കല്ലേ? എന്നിട്ട് സ്റ്റിയറിംഗ് ഇവിടെ ഉപയോഗിച്ചാൽ മതി. പ്രേക്ഷകർ കാണുന്നുണ്ടാവും അല്ലേ? ഇത് അൻഷാദിന്റെ കരവിരുതാണ്. ഒന്നുകൂടി വർക്ക് ചെയ്ത് നോട്ടെ. ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട് ഫോണിന് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ലല്ലേ? ഫോൺ ഇവിടെ വെച്ചിട്ട് ബുള്ളറ്റ് മോനാണ്. ഞാനിപ്പോൾ ഉള്ളത് വേങ്ങര ചുള്ളിപ്പറമ്പ് എന്ന സ്ഥലത്താട്ടോ. നിങ്ങൾ തുടക്കത്തിലൊരു വീഡിയോ കണ്ടില്ലേ? ചെറുതായിട്ട് ഇങ്ങനെ ഒരു അൻഷാദിന്റെ കരവിരുത്. അൻഷാദ് എത്രയില്ല? 10ാം ക്ലാസ്സിൽ. ഇത് അനിയനില്ലേ അൻഷിദ്. രണ്ടാളും കൂടി കുറച്ച് കരവിരുതാട്ടോ. നമ്മളൊരു വിമാനം ഉണ്ടാക്കണ മോൻ്റെ വീഡിയോ ചെയ്തിന്. അന്നാണ് നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇവരും ഇവിടെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കി തന്നിട്ട് നമ്മളൊരാൾ ഇവരെ അമ്മായില്ലേ, അമ്മോൻ്റെ അല്ലേ, മാമൻ്റെ വൈഫ് വീഡിയോ കണ്ടിട്ടാണ് നമ്മളെ കോണ്ടാക്ട് ചെയ്തത്. മാനക്ക ഞാനും ഉണ്ടാക്കുന്നില്ല. അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ഒരുപാട് കഴിവില്ല മക്കളുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സംഗതിയാണ് ഈ കളിമണ്ണിൻ്റെത്. ഇത് കണ്ടോ? ഇത്രയും മൈന്യൂട്ടായിട്ട് ഇത് പാവ ഇതെന്താ ഇതിന്റെ പേരെന്തിണ്ടോ? ക്യാരക്ടർമാരല്ലേ? ഇതിന്റെ കൈയൊക്കെ തൊട്ടാ പൊടിഞ്ഞു പോകും. ഇത്രയും മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങള് ക്ലേ മോഡലിംഗ് നല്ലത് ശരിക്കും പറയാം അല്ലേ? അത്രയും ഇതായിട്ട് ഉണ്ടാക്കിയിട്ട് ഇതൊക്കെ. അപ്പോൾ സ്കൂളില് മറ്റേ ഇതിനൊക്കെ പങ്കെടുക്കലുണ്ടോ? ശാസ്ത്രമേള അല്ലേ? അങ്ങനെ പങ്കെടുത്തിട്ടുണ്ടോ? എന്നിട്ട് എന്തെങ്കിലും സ്ഥാനമൊക്കെ ഇതല്ലാതെ അങ്ങനെ വേറെ സാധനമൊക്കെ ഉണ്ടാക്കുമല്ലോ അല്ലേ? ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഗെയിമിൻ്റെ ഒന്ന് കണ്ടു. അതാ അടിയാൻ മുറിഞ്ഞു പോരും. ഇതൊരു മൂടിയിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ കാറുകൾ, ചെറിയൊരു ബുള്ളറ്റ്, ഇതൊക്കെ അത്രയും എന്താ പറയുക ചെറുതായിട്ടുള്ളൊരു സംഭവമാണ്. എന്തൊക്കെയാണെങ്കിലും ഉപയോഗിച്ചിട്ട് അങ്ങോട്ട് പോലെ എന്തൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങൾ, മെറ്റീരിയൽ എന്തൊക്കെ പറഞ്ഞത്? അത് മാത്രം ഗമ്മോ? പിന്നെ ഇവിടെ ഇതെന്താണ്? ഫുട്ബോൾ ഗെയിം. ഇതും പിന്നെ എന്താണ്? കാർബോർഡ് വെച്ചിട്ട്. അതുപോലെ ഞങ്ങൾ തുടക്കത്തിൽ കണ്ടു, ഇൻട്രോയിൽ കണ്ടു, ഒരു കേരളത്തിന്റെ മാപ്പ് ഉണ്ടാക്കിയിട്ട് ഇതിന്റെ ഇതും തെർമോക്കോളാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇതിന്റെ അടിയിൽ എന്താ ബാറ്ററി ലൈറ്റ് എത്ര ഉപയോഗിക്കണേ? അപ്പൊ ഇതിന്റെ സ്വിച്ചിന് ഇതിന്റെ സ്വിച്ചാണ് ഇപ്പൊ ഇത്. ഇതൊക്കെ ഇതിന്റെ നിന്റെ തലയിൽ തന്നെ ഉണ്ടാണ്, നിന്റെ ആശയത്തിൽ ഉണ്ടാക്കാണ് ശരിക്കും? വേറെ ഒന്നും കണ്ടിട്ടോ? എവിടെ സ്കൂള് പറഞ്ഞിട്ടോ? ചെറൂർ സ്കൂൾ. ചെറു സ്കൂള് ഒരുപാട് പേരിട്ട സ്കൂളല്ലേ കലോത്സവത്തിലൊക്കെ. അപ്പോൾ ചെറു സ്കൂളിൻ്റെ ഒരു അഭിമാനമാണ് ഇത്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇപ്പം ഉണ്ടായതാണോ അതോ ചെറുപ്പത്തിലേ ഉണ്ട്? എത്ര വയസ്സിലുണ്ടാവും? വരുമല്ലോ 2-3 കൊല്ലൊക്കെയായി. ഇത് തന്നെ പരിപാടി അല്ലേ? ഇപ്പൊക്കെ സപ്പോർട്ടാണ് അല്ലാതെ വെറുതെ ഇരിക്കുമ്പോൾ ഒന്നും പറയലൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ ഇതുപോലെ ഒരുപാട് കഴിവില്ല മക്കളുണ്ട് കേട്ടോ. അത് മാത്രമൊന്നും ഇതേപോലെ പിന്നെ 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളും അതിന് 4-5 വയസ്സിലൊക്കെ ഒരുപാട് കഴിവില്ല മക്കളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അൻഷാദിൻ്റെ കഴിവ് പോലൊന്ന് കാണിക്കണം എന്ന് പറഞ്ഞു മാനിക്കങ്ങളിൽ നിന്ന് വീഡിയോ എടുക്കാൻ വരുമോ ചോദിച്ചു. ആയിക്കോട്ടെ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഓൻ്റെ കരവിരുത്താണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്ത് ഞാൻ അങ്ങനെ എൻ്റെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ? ഏത് എന്താണ് ഒരു ഭാവനയിൽ വന്നിട്ടുള്ളത്? ഇപ്പം എന്നാൽ നമ്മുടെ വിമാനം ഉണ്ടാക്കണം അവനോട് പറഞ്ഞപ്പോൾ വന്നു ഇതിലും വലിയ വിമാനങ്ങൾ ഉണ്ടാക്കണം പറഞ്ഞു. എന്തെങ്കിലും അത് എങ്ങനെ സത്യത്തിൽ ഭാവനയും വരല എങ്ങനെയാണ് ശരിക്കും? ഇത് തന്നെ ആലോചിച്ചെടുക്കലാണോ അത് വേറെ കണ്ടിട്ടാണോ? യൂട്യൂബിൽ കണ്ടിട്ട്. ഈ എന്താ പറയുക താറൊക്കെ തെർമോക്കോളാണ്, അത് പ്ലാസ്റ്റിക് ഉണ്ടോ? ഇല്ല, കാർബോർഡ് ഉപയോഗിച്ച്. അത് ബാഗ്നറല്ലേ? ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പുച്ഛമായിട്ട് തോന്നും. എങ്ങനെ അവിടെ ഒരു വാഗനർ ഉണ്ട് കേട്ടോ. ആ വാഗനർ ഉണ്ടാക്കിയത് കാണുമ്പോൾ നമുക്ക് ചെറുതായിട്ടൊക്കെ തോന്നില്ലേ, ചെറിയ സംഭവമാണ്, എന്താ അതൊക്കെ അത്ഭുതമാണെന്നുള്ളത്. പക്ഷെ ഇതൊക്കെ ഇതിന് ഇരുന്നിട്ട് ഒരു കോൺഫിഡൻസ് കൊടുത്തിട്ട് ഇത് ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്.
അല്ലേ? നമ്മളൊക്കെ ഇന്നത്തെ കാലത്ത് മക്കൾ ഗെയിമും അല്ലെങ്കിൽ മറ്റുള്ള കാർട്ടൂണുകളും ഇതിനൊക്കെ പിന്നാലെ പോണ സമയത്ത് അൻസാദ് ഇങ്ങനത്തെ ഓരോ കുസൃതികൾ ഒപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു തെർമോക്കോൾ കൊണ്ട് പല ശരിക്ക് ക്ലിയർ ആവണില്ല. അത് മറ്റേ ത്രെഡ് ആർട്ട് എന്നൊക്കെ പറഞ്ഞാൽ ഉണ്ടാക്കി, പക്ഷെ ഒന്നുകൂടി മെച്ചപ്പെടാണ്ട്. പിന്നെ ക്യാരം ബോർഡ്, ക്യാരം കളിക്കണ അതും ഇതേമാതിരി ഉണ്ടാക്കിയിട്ടുണ്ട്. ഏതായാലും പിന്നെ ഇതൊക്കെയാണ് നമുക്ക് ഒരു ഇത് കുട്ടികൾക്ക് ഗെയിം കളിക്കണ ഈ ഒരു സംഭവം അല്ലേ? ഇതും ഇതിനുള്ളിൽ എന്താ സത്യത്തിലുള്ളത്? എങ്ങനെ ഇതിപ്പോ എവിടെയും കണ്ടിട്ടുണ്ടോ? എവിടെയും കണ്ടിട്ടുണ്ടാക്കിയതാ? യൂട്യൂബില് ഇതേമാതിരി. ഇതിങ്ങനെ ഉണ്ടാക്കാൻ എത്ര സമയം എടുക്കും? അങ്ങനെയാണെങ്കിൽ സ്കൂൾ വിട്ട് വന്നിട്ട് ശരിക്കും ഇതിന് പിന്നാലെ ഇറക്കിയ 2 ദിവസം അതുകൊണ്ട് തീരും. ഇത് കോസ്മെറ്റിക്സ് കൊടുത്ത് ഉണ്ടാക്കാം. ഈ ഗമ്മും കാര്യമൊക്കെ വാങ്ങണ്ടേ? ഒക്കെ തന്നെ വാങ്ങുമോ? വെച്ച് പൈസ ചെയ്യണം. അപ്പൊ എൻ്റെ പേരെന്തേലും ഇപ്പൊ നമ്മളെ കൂട്ടത്തിലുണ്ട് കേട്ടോ. പക്ഷെ ഇതില് വരാനൊരു മടി. ഒന്നും ഇവിടെ തന്നെ പാവം പ്രവാസിയാണ്. പേരെന്താ? മൂസ. അതിന്റെ ഉപ്പയാണ്. ഉപ്പ പ്രവാസിയാണ്. അപ്പൊ പിന്നെ ഇതെങ്ങനെ ഉദ്ദേശിക്കുന്ന ഈ അങ്ങാടി തന്ന ക്ലേ അല്ല. ഇത് ഇവിടുത്തെ മണ്ണാണ്. നമ്മളെ തൊഴിലത്തെ മണ്ണ്. അതിനകത്ത് ഒരുപാട് കഷ്ടപ്പെട്ട് 2 ദിവസം വെച്ചിട്ടുണ്ടാക്കി മണ്ണാക്കി. ശരിക്കും ഇങ്ങനത്തെ ഉണ്ടാക്കണേ നമ്മൾ വാങ്ങണം. ഈ എന്താ പറയാ മൺചട്ടികളൊക്കെ ഉണ്ടാക്കുന്ന ആ മണ്ണാണ് ഉപയോഗിക്കുക? അല്ല, അതുമല്ല, അത് കളിമണ്ണല്ല. ഇത് ഇവിടെ നമ്മള് തൊഴിലുള്ള മണ്ണ്. തൊഴിലിന്റെ മണ്ണാണ്. ഓക്കെ. ഇതും അത് തന്നെയാണല്ലോ അല്ലേ? ഇത് ഒരു റോബോട്ടാണ്. പക്ഷെ വർക്ക് ചെയ്യില്ല. അങ്ങനെ വെക്കുന്ന സൈലന്റ് റോബോട്ട്. അഞ്ചാവിൻ്റെ ഉപ്പാണ്. പ്രവാസിയാണെന്നല്ലാതെ. അപ്പൊ മോന്റെ ഈ കഴിവുകൾക്കൊക്കെ നിങ്ങൾ അനുകൂലമാണ്? അല്ല, കഴിവുകൾക്ക് സപ്പോർട്ടാണ് അല്ലേ പാരൻസിനെ? ഇതിനൊന്നുകൂടി അതായത് ഇപ്പൊ ഇത്രത്തോളം ഉണ്ടാക്കിയിട്ടുള്ള അപ്പൊ ഇനി എനിക്ക് ബെറ്റർ ആയിട്ട് കൊണ്ടുവരാൻ പറ്റുവാണെങ്കിൽ ഇത്ര നല്ല അവനക്ക് ഉണ്ടാക്കിയത്. ഒരുപാട് കാലകാരി ചെറിയ കുട്ടികളെ അന്നേ ഉണ്ടാക്കി തരുള്ളൂ. അതിങ്ങനെ എൻ്റെ കൂടെ അങ്ങനെ വന്നു. അവർ സമയത്തനുസരിച്ച് ഒരുപാട് ഞാൻ ഉണ്ടാക്കി. പക്ഷെ അവർ പിള്ളേരൊക്കെ വന്ന് കളിക്കും, കേടും ഒഴിവാക്കും. അങ്ങനെയാണ്. അല്ല, ഇത് മാത്രമേ ബാലൻസ് ആവാം. ഒരുപാട് സാധനങ്ങൾ വേസ്റ്റ് ആയി പോയിട്ടുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ മക്കളൊക്കെ വരുമ്പോഴേ കളിക്കാടുക്കും, കേടാവും, നമ്മള് ഇതുപോലെ ഞാൻ പറഞ്ഞില്ല ഒരുപാട് കഴിവില്ല മക്കൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ പല വീട്ടിലും ഉണ്ടാവും. ഇപ്പൊ ചിലപ്പോ ഒരുപാട് ചെറുതും വലുതായിട്ടുള്ള മക്കള് പല കഴിവുകളിലെ കുട്ടികളുണ്ട്. അതായത് റോബോട്ടുകളൊക്കെ നിർമ്മിച്ചിട്ട് കുട്ടികളുണ്ട്. അപ്പൊ ഇതൊക്കെ അൻസാദിന്റെ ചെറിയൊരു ശ്രമമാണ്. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇത്തരം കഴിവുകൾ ഉണ്ടെങ്കിൽ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുക, അല്ലെങ്കിൽ ഇതിന് ഒന്നുകൂടി എക്സ്പ്ലോർ ആയിട്ട് ഇന്നോവേറ്റീവായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ശ്രമിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും. വളരെ സന്തോഷം. അൻസാദിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. ഇനിയും ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം.